മലപ്പുറം വൈലത്തൂരിനെ കണ്ണീർ കയത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് 9 വയസ്സുകാരൻ മുഹമ്മദ് സിനാന്റെയും മുത്തശ്ശി ആസിയയുടെയും മരണം. ഇന്നലെയാണ് 9 വയസ്സുകാരൻ ഓട്ടോമാറ്റിക് ഗേറ്റിനുള്ളിൽ കുടുങ്ങി മരിച്ചത്. പിന്നാലെ കുട്ടിയുടെ മുത്തശ്ശി ഹൃദയാഘാതം മൂലം മരിച്ചു. കുട്ടിയെ ഗേറ്റിൽ നിന്നും പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ച അയൽവാസിയായ അധ്യാപകൻ അമീർ അലി 24-നോട് സംസാരിക്കുന്നു. മലപ്പുറം വൈലത്തൂരിൽ ഇന്നലെയാണ് ആ ദാരുണമായ സംഭവം ഉണ്ടായത്. ഒരു 9 വയസ്സുകാരൻ ഓട്ടോമാറ്റിക് ഗേറ്റിനുള്ളിൽ കുടുങ്ങി മരിക്കുന്നു. പിന്നാലെ ഈ കുട്ടിയുടെ മൃതദേഹം കാണാനെത്തിയ കുട്ടിയുടെ മുത്തശ്ശിയും ഹൃദയാഘാതം മൂലം സഹിക്കാനാകാതെ മരിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു. ഈ കുട്ടി ഗേറ്റിനുള്ളിൽ കുടുങ്ങിയ സമയത്ത് പുറത്തെടുക്കാനായി ആദ്യം എത്തിയത് കുട്ടിയുടെ അയൽവാസി കൂടിയായിട്ടുള്ള അമീർ അലി എന്ന് പറയുന്ന അധ്യാപകൻ കൂടിയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. നിങ്ങൾ എന്താണ് കാണുന്നത്? എപ്പോഴായിരുന്നു സംഭവം? ഞാനൊരു 4:10 വീട്ടിലേക്ക് വരികയാണ്. എൻ്റെ വീട്ടിൻ്റെ ഒരു 20 മീറ്റർ ദൂരത്താണ് ഈ എൻ്റെ അയൽവാസിയുടെ വീടുള്ളത്. അപ്പോൾ ഞാൻ കാണുന്നത് കുട്ടി ഈ ഗേറ്റിൽ കുടുങ്ങി കിടക്കുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് വല്ല ഷോക്ക് അടിച്ചിട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് എടുക്കാതെ എൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്ത് പോയിട്ട് ഈ കുട്ടിയുടെ ഒരു ബന്ധുവിനെ വിളിച്ചു കൊണ്ടുവരികയും അങ്ങനെ അവർ വിളിച്ചതനുസരിച്ച് ആ വീട്ടുകാർ ആ ഡോറ് തുറന്നപ്പോൾ കുട്ടി താഴോട്ട് വീഴാണ് ഉണ്ടായത്. അവിടുന്ന് ഓട്ടോറിക്ഷ കയറ്റി അവർ കോട്ടക്കൽ മിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ നിന്നാണ് കുട്ടി മരിച്ചത്. കഴുത്തായിരുന്നു ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത്. കഴുത്ത് ഭാഗവും അതുപോലെ ശരീരത്തിൻ്റെ പകുതി ഭാഗവുമാണ്. എനിക്ക് തോന്നുന്നു കുട്ടി ഇങ്ങോട്ട് കടക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ കുടുങ്ങിപ്പോയതാണെന്നാണ് എൻ്റെ നിഗമനം. ഏതായാലും എൻ്റെ മകന് ആണ് അവൻ്റെ കളിക്കൂട്ടുകാരൻ. അവൻ്റെ അടുത്തേക്ക് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് തലയിൽ തുപ്പിയൊക്കെ ഇട്ട് ഓടി വന്നതാണ് ഈ കുട്ടി. മുത്തശ്ശിയും അതിനുശേഷം അവർക്ക് ഈ സമയത്ത് മുത്തശ്ശി എൻ്റെ വീട്ടിൽ വന്നിരുന്നു. ഇത് അറിഞ്ഞിട്ട് അപ്പോൾ അവിടെ നിന്ന് പ്രശ്നമൊന്നുമില്ലാതെ വീട്ടിൽ പോയതാണ്. പിന്നെ രാത്രി ഒരു 8 മണിയോടുകൂടി അവർക്ക് നെഞ്ചുവേദന അനുഭവപ്പെടുകയും മിംസിൽ കൊണ്ടുവന്ന് രാത്രി 10 മണിക്കാണ് അവർ മരിച്ചത്. ഏതായാലും ഒരു കുടുംബത്തിൽ 2 പേർ ഇങ്ങനെ അപ്രതീക്ഷിതമായി മരിക്കുക എന്നുള്ളത് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കുടുംബത്തിൻ്റെ ഒരു സങ്കടം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സമീർ ബിൻ കരീം, 24, തിരൂർ. 9 വയസ്സുകാരൻ മുഹമ്മദ് സിനാന്റെയും മുത്തശ്ശി ആസിയയുടെയും ഇൻക്വസ്റ്റ് പുരോഗമിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. സംസ്കാരം ഇന്ന് നടക്കും. മലപ്പുറം വൈലത്തൂരിൽ നിന്ന് സമീർ ബിൻ കരീം ചേരുന്നു. സമീർ, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? നിലവിൽ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിരിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ കബറടക്കം നടത്താൻ കഴിയുമെന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ഒരു പ്രതീക്ഷ. ഏതായാലും ഇന്നലെ വൈകുന്നേരമാണ് ഈ ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. വൈകുന്നേരം 4 മണിക്ക് ശേഷം ഈ അബ്ദുൽ ഗഫൂർ സജില ദമ്പതികളുടെ മകൻ 9 വയസ്സുള്ള മുഹമ്മദ് സിനാൻ എന്ന് പറയുന്ന കുട്ടിയെ ഈ ഓട്ടോമാറ്റിക് ഗേറ്റിനുള്ളിൽ കുടുങ്ങിയതായി കാണുകയായിരുന്നു. ഉടൻ തന്നെ അയൽവാസിയായിട്ടുള്ള നമ്മോടിപ്പോൾ സംസാരിച്ച അമീർ അലി എന്ന് പറയുന്ന അധ്യാപകനാണ് ആദ്യം കാണുന്നത്. പിന്നീട് അദ്ദേഹം മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി പുറത്തെടുക്കുകയും ഉടൻ തന്നെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രികളിലും എത്തിക്കുകയുമാണ് ഉണ്ടായത്. എന്നാൽ അതിന് മുന്നേ തന്നെ കുട്ടി മരിക്കുകയാണ് എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം. അതിന് പിന്നാലെ ഈ കുട്ടിയുടെ മുത്തശ്ശി, അതായത് വല്യമ്മയായിട്ടുള്ള ആസിയ എന്ന് പറയുന്ന 55 വയസ്സുകാരി കുട്ടിയുടെ ഈ മരണ വാർത്ത അറിഞ്ഞ് ഹൃദയാഘാതം ഉണ്ടാവുകയും അവർ പിന്നീട് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഏറെ ഖേദകരമായിട്ടുള്ളൊരു കാര്യം. ഈ കുട്ടിയുടെ മുത്തശ്ശിയും ഒപ്പം തന്നെ കുട്ടിയും തമ്മിൽ വലിയ അടുപ്പവും സൗഹൃദവും ഒക്കെ തന്നെയായിരുന്നു. ഇവരുടെ മൂത്ത മകൻ അബ്ദുൽ ഗഫൂറിന്റെ മകനാണ് മുഹമ്മദ് സിനാൻ. അതുകൊണ്ട് തന്നെ വലിയ അടുപ്പവും സൗഹൃദവും സ്നേഹവും ഒക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഈ ആസിയക്ക് താങ്ങാനാവുന്നതിലപ്പുറം ഈ ഒരു വിയോഗമായി മാറുന്ന ഒരു ഘട്ടം ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് അന്ന് രാത്രിയിൽ തന്നെ ഇവർ മരിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ഉടൻ തന്നെ നിലവിൽ ഇന്ന് രാവിലോട് കൂടി തന്നെ പോസ്റ്റ്മോർട്ടം ഒക്കെ തന്നെ നടത്താനുള്ള തീരുമാനത്തിലാണ് കുടുംബമുള്ളത്. അല്പസമയത്തിനൊക്കെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വേണോ? ശരി, സമീർ ബിൻ കരീമാണ് വൈലത്തൂരിൽ നിന്ന് പുതിയ വിവരങ്ങളുമായി ചേർന്നത്.